ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഒരു പ്രസ്താവന ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇറാൻ പ്രസിഡന്റ് അമേരിക്കയോട് യുദ്ധവിരാമം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹോർമുസ് കടലെടുക്ക് ആദ്യം പൂർണ്ണമായി തുറക്കണം എന്ന് US പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും പുതിയ ഫിനാൻഷ്യൽ ഇയർ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇന്ത്യൻ വിപണി ആരംഭിച്ചത്. യുദ്ധഭീതി ചെറുതായൊന്ന് കുറഞ്ഞതിനാൽ ബ്രന്റ് ക്രൂഡ് $100 എത്തി. ഇനി ഇന്നലെ ഇന്ത്യൻ വിപണിയിലെ ആ ഒരു യുദ്ധത്തിന്റെ ആഘാതം എത്തരത്തിലായിരുന്നു എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു. ഇന്ത്യയിലെ ജെറ്റ് ഫ്യൂവൽ കോസ്റ്റ് ഇരട്ടിയായി. ഡൊമസ്റ്റിക് റൂട്ടിൽ 25% വർധനവിന് സാധ്യതയുണ്ട്. കൊമേഴ്ഷ്യൽ LPG സിലിണ്ടറിന്റെ വിലയിലും ഇന്നലെ മുതൽ വർധനവുണ്ടായി. ഡൊമസ്റ്റിക് റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഓരോ സിലിണ്ടറിനും 380 രൂപ വെച്ച് അവർ നഷ്ടം വഹിക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. മെയ് മാസം വരെ 40,484 കോടി രൂപ വരെയുള്ള നഷ്ടം അവർ വഹിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ നമുക്ക് പറയാനുണ്ട്. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയായി പറയാനുള്ളത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലെ വർധനവ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പറയാം. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഈ മണിക്കൂറിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവിലായിരുന്നു. S&P 500 0.72% ഉയർന്നു. നാസ്ഡാക്ക് 1.16% ഉയർന്നത്. ഡൗ ജോൺസ് 0.48% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം മിക്സഡ് ആയിരുന്നു. ഇൻഫോസിസ് 1.5% ഇടിവ് രേഖപ്പെടുത്തി. വിപ്രോ 0.47% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 0.71% ഇടിഞ്ഞു. കൂടുതൽ ഇടിവുണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. 2.5% മുകളിൽ ഇടിഞ്ഞു. US പ്രസിഡന്റിന്റെ സ്പീച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സിൽ നല്ല വോളറ്റാലിറ്റിയാണ് കാണുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സ്പീച്ചിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ വളരെ വലിയ ഒരു ശക്തമായിട്ടുള്ള ആക്രമണം, എക്സ്ട്രീംലി ഹാർഡ് ഹിറ്റ്സ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സ് ഏകദേശം 300 പോയിന്റ്സിന്റെ ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു ഫോളിൽ 2% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇടിഞ്ഞു കഴിഞ്ഞു. കോസ്പി മാർക്കറ്റ് 3.5% ഇടിവിൽ, ജപ്പാൻ മാർക്കറ്റ് നിക്കി 2%-നോടടുത്ത് ഇടിവിൽ എന്നിങ്ങനെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 425 പോയിന്റ്സിന്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെയും പോസിറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. 1,12,160 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $67,000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ധാരാളം വാർത്തകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലെ വർധനവ് വന്നതോടെ F&O മാർക്കറ്റിൽ ഷോർട്ട് ടേമിലേക്ക് 10 മുതൽ 15% വരെയുള്ള ഒരു വോളിയം കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് എക്സ്പേർട്സ് പറയുന്നു. ഇതിന്റെ തന്നെ കൂടുതൽ ഇമ്പാക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സ്, സ്കാൽപ്പേഴ്സ് തുടങ്ങിയവരായിരിക്കും. കാരണം സ്കാൽപ്പേഴ്സ് ആണ് കൂടുതൽ ലോട്ട് സൈസ് ഒക്കെ ഇട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ ചെറിയ മാർജിനുകൾ വെച്ച് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾക്കും ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ STT ഹൈക്ക്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലെ വർധനവ് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പ്രധാനമായും ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫ്യൂച്ചേഴ്സിൽ STT 0.01% നിന്ന് 0.05% ഉയർത്തിയപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ 0.1% നിന്ന് 0.15% വർദ്ധിപ്പിച്ചത്. ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുൻപ് ഒരു ട്രേഡ് പ്രോഫിറ്റ് കവർ ചെയ്യാൻ 4.6 പോയിന്റ്സിന്റെ മൂവ്മെന്റ് മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സെയിം ട്രേഡ് കവർ ചെയ്യാൻ 12 പോയിന്റ്സിന്റെ മൂവ്മെന്റ് വേണം. ഇനി ഇപ്പോഴത്തെ ഒരു യഥാർത്ഥ ചിത്രം എന്താണെന്ന് വെച്ചാൽ സെബിയുടെ റിപ്പോർട്ട് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ 2025 മാത്രം 90% ഇൻഡിവിജ്വൽ ട്രേഡേഴ്സും നഷ്ടത്തിൽ തന്നെയാണ്. അതായത് ടോട്ടൽ ലോസ് ഏകദേശം 1 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ ടാക്സ് വർധനവ് കൂടി വന്നതോടെ ഈ സിറ്റുവേഷൻ കൂടുതൽ ചാലഞ്ചിങ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി F&O ട്രേഡിംഗ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി ട്രേഡേഴ്സിന് മാത്രമാണ് ഇനി ഈ സെഗ്മെന്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നത് ചുരുക്കമാണ്. അതുകൊണ്ട് കൃത്യമായി പഠിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
ഇനി ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ ഇയർ 2026 ഓട്ടോ സെക്ടർ പെർഫോമൻസിനെ പറ്റി സിമ്പിളായിട്ടൊന്ന് അവലോകനം ചെയ്യാം. FY26 പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഏകദേശം 47 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. അതൊരു ഓൾ ടൈം ഹൈ ലെവൽ തന്നെയാണ്. ഫിനാൻഷ്യൽ ഇയർ 2025 44 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 8.4% വർധനവാണ് ഇപ്പോൾ പാസഞ്ചർ സെയിൽസ് വെഹിക്കിൾ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി മാർച്ച് 2026 മാത്രം 4.5 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. 16.2% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. SUV സെഗ്മെന്റ് തന്നെയാണ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. CNG വെഹിക്കിളുകളുടെ ഗ്രോത്തിൽ 20% വർധനവും കാണുന്നു. EV സെയിൽസ് 2 ലക്ഷം യൂണിറ്റുകൾ ക്രോസ് ചെയ്തു എന്നതും ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഓട്ടോ സെക്ടറിലുള്ള കമ്പനികളുടെ പൊതുവിലുള്ള ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്താണ് നമുക്ക് ഈ മാർച്ച് മാസത്തിൽ കാണാൻ കഴിയുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടേത് SUV ഡിമാൻഡ് നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ കാര്യം ഒരു സ്റ്റഡി മാർക്കറ്റ് ലീഡറായിട്ട് തുടരുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഈ കമ്പനികളിൽ ഇന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മാരുതി സുസുക്കിയുടെ വില ഉടൻ തന്നെ ഉയരാനുള്ള ഒരു സാധ്യതയുള്ളതായിട്ടും ഈ റിപ്പോർട്ട് പറയുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിന്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിൽ Q4 അപ്ഡേറ്റ് ആണ് ആദ്യം പറയുന്നത്. ഇന്ത്യൻ ബാങ്കിനെ കുറിച്ചാണ് ആദ്യം. ടോട്ടൽ ബിസിനസ്സിൽ 13.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14.98 ലക്ഷം കോടി രൂപയിലാണ് ടോട്ടൽ ബിസിനസ് ഗ്രോത്ത് ഉള്ളത്. ഗ്രോസ് അഡ്വാൻസിൽ 13.6% ഒരു വർധനവ് വന്നിരിക്കുന്നു. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 12.6% വർധനവും രേഖപ്പെടുത്തി. അടുത്ത കർണാടക ബാങ്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 3.8% വർധനവാണ് വന്നത്. 1.08 ലക്ഷം കോടി രൂപയിലാണ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ടോട്ടൽ ഗ്രോസിൽ 6.9% വർധനവ് രേഖപ്പെടുത്തി. അടുത്ത് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്. ടോട്ടൽ ബിസിനസ്സിൽ 13.37% ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ അഡ്വാൻസസിൽ 20.3% വർധനവും ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തി. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 14.94% വർധനവും കമ്പനി രേഖപ്പെടുത്തി. കാസയിൽ 22.35% ശക്തമായിട്ടുള്ള ഒരു വളർച്ചയുമാണ് വന്നിരിക്കുന്നത്. അടുത്ത വിമാർട്ട് റീറ്റെയിൽ എന്ന കമ്പനിയാണ്. ടോട്ടൽ റവന്യൂവിൽ 24% വർധനവ് വന്നു. 971 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ ടോട്ടൽ റവന്യൂ ഉള്ളത്. സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ 12% വർധനവും വന്നു. അടുത്ത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs 8,331 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 7,172 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 22,679 348 പോയിന്റ്സ് ഉയർന്നാണ്. ഇന്നലെ നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് ഉണ്ടായെങ്കിലും നമുക്കത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കൂടാതെ ഇന്നലെ ഫോം ചെയ്ത ക്യാൻഡിലും ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. നിഫ്റ്റിയിൽ ഇപ്പോൾ ഫോം ആവുന്നത് ഒരു ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് മാർച്ച് 30 ലോ ആയിട്ടുള്ള 22,285 ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാവാൻ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 21,760 മുതൽ 21,960 വരെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫോൾ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായാലും യുദ്ധമൊക്കെ തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റും അതിനുശേഷം നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500ഉമാണ്. ഇന്ത്യ വിക്സിലും ഇന്നലെ വലിയൊരു ഇടിവാണ് ഉണ്ടായത്. 11% ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. 24.87 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതലായി ഇടിയുന്നത്. പക്ഷേ ഇന്നലെ ഒരു റിക്കവറി കാണാൻ സാധിച്ചതും നല്ല ഒരു റിക്കവറി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം 2.25% ഉയർന്നത്.
51,448 ക്ലോസ് ചെയ്യുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.